ബംഗ്ലാദേശിലെ 170 ദശലക്ഷം മുസ്ലിങ്ങൾ കൂടെ വേണോ അതോ കേന്ദ്രത്തിനു മുന്നിൽ മുട്ടുമടക്കണോ? ദീദി തീരുമാനിച്ചോളൂ. സകല കലാപത്തിനും കൂട്ടുനിൽക്കാൻ ഞങ്ങളുണ്ട്. മമതാ ബാനർജിയുടെ ധാർഷ്ട്യത്തിനു കൂട്ട് ബംഗ്ലാദേശി ജമാഅത്ത്. പശ്ചിമ ബംഗാളിനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് മമതയോട് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശി ജമാഅത്ത് നേതാവ് MD നൂറുൽ ഹുദയാണ് മമതാ ബാനർജിയോട് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അംഗീകരിക്കരുത് എന്നും പശ്ചിമ ബംഗാളിനെ പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ പുറത്തിറക്കിയത്. എന്തായാലും കസേരയിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന മമതയെ വലിച്ച് താഴേട്ട് ഔദ്യോഗികമായി ഗവർണർ പുറത്താക്കിയിട്ടുണ്ട്. മമത കേന്ദ്ര സർക്കാരിനെ അംഗീകരിക്കരുത് എന്നാണ് നൂറുൽ ഹുദ പറയുന്നത്. BJP ഹിന്ദു വർഗീയവാദികളാണ്. ഒരു സാഹചര്യത്തിലും മമത അധികാരം ഉപേക്ഷിക്കരുത് എന്ന് നൂറുൽ ഹുദ പറയുന്നു. മാത്രമല്ല, മമത കേന്ദ്ര സർക്കാരിനും ഇന്ത്യക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിക്കണമെന്നും നൂറുൽ നിർദ്ദേശിക്കുന്നു. ബംഗാൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ബംഗ്ലാദേശിലെ 170 ദശലക്ഷം മുസ്ലിങ്ങൾ മമതാ ബാനർജി പിന്തുണയ്ക്കുമെന്ന് ബംഗ്ലാദേശ് ജമാഅത്ത് നേതാവ് അവകാശപ്പെട്ടു. മുഴുവൻ ബംഗ്ലാദേശും തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്നും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ദില്ലിയുടെ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തേടണമെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. ബംഗാൾ ബാഹ്യമോ ബംഗാളികൾ അല്ലാത്തതോ ആയ നിയന്ത്രണത്തിന് വഴങ്ങരുത്. MD നൂറുൽ ഹുദയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. അതേസമയം ബംഗാളിലെ നിലവിലെ കലാപത്തിനു പിന്നിലും ബംഗ്ലാദേശികൾക്ക് പങ്കുണ്ടാകാം എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇടപെടാനും രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാനും വിദേശ ശക്തികൾ നടത്തിയ അത്തരമൊരു ആഹ്വാനം സുരക്ഷാ ഏജൻസികളെയും അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഗവർണർ RN രവി നിയമസഭ പിരിച്ചുവിട്ടതായി കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മമതാ ബാനർജി പൂർണ്ണമായും പുറത്തായിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ വിസമ്മതിച്ച മമതാ ബാനർജിയുടെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഗവർണറുടെ ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഭരണഘടനയുടെ 174(2)B അനുച്ഛേദം അനുസരിച്ചുള്ള അധികാരം ഉപയോഗിച്ചാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടത്. 2026 മെയ് 7 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് ഉത്തരവ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു മുഖ്യമന്ത്രി ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ശേഷവും രാജിവെക്കാൻ തയ്യാറായില്ല എങ്കിൽ ഗവർണർക്ക് സഭ പിരിച്ചുവിടാനോ മുഖ്യമന്ത്രിയെ പുറത്താക്കാനോ അധികാരമുണ്ട്. തമിഴ്നാട് ഗവർണറായിരുന്ന RN രവിയെ 2026 മാർച്ചിലാണ് ബംഗാൾ ഗവർണറായി നിയമിച്ചത്. മുൻ ഗവർണർ CV ആനന്ദ് ബോസിന് പകരക്കാരനായാണ് അദ്ദേഹം എത്തിയത്. നിയമസഭ പിരിച്ചുവിട്ടതോടെ പുതിയ സർക്കാർ രൂപീകരണത്തിലുള്ള വഴി തെളിയുകയായിരുന്നു. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ച BJP നേതാവിനെ ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കും. ഇതോടെ ബംഗാളിലെ 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് ഔദ്യോഗികമായി അന്ത്യമാവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.